കണക്ടിവിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് തിയറംസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത തിയറം ഇതാണ്. എ കണക്റ്റഡ് ഗ്രാഫ് ജി വിത്ത് അറ്റ്ലീസ്റ്റ് ടു വെർട്ടിസസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് ടു വെർട്ടിസസ് ദാറ്റ് ആർ നോട്ട് കട്ട് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്, ജി എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട് വിത്ത് അറ്റ്ലീസ്റ്റ് ടു വെർട്ടിസസ്. മിനിമം എന്തുണ്ട്? രണ്ട് വെർട്ടിസസ് എങ്കിലും ഉണ്ട്. ഇപ്പൊ രണ്ട് വെർട്ടെക്സ് ഉള്ള ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ്, രണ്ട് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്താ പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് ടു വെർട്ടിസസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് ടു വെർട്ടിസസ് ദാറ്റ് ആർ നോട്ട് കട്ട് വെർട്ടിസസ് എന്നുണ്ടാവും. മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും ഉണ്ടാവും. എന്ത്? അത് കട്ട് വെർട്ടെക്സ് അല്ലാത്ത വെർട്ടെക്സുകൾ എന്തുണ്ടാവും? രണ്ടെണ്ണെങ്കിലും ഉണ്ടാവും. അപ്പൊ രണ്ട് വെർട്ടെക്സ് ഉള്ള കേസ് എടുക്കുക. അപ്പൊ രണ്ട് വെർട്ടെക്സിൽ എന്തുണ്ടാവും? മിനിമം രണ്ട് വെർട്ടിസസ് എങ്കിലും ഉണ്ടാവും. അത് കട്ട് വെർട്ടെക്സ് ആവില്ല. അപ്പൊ ഈ കേസിൽ എന്താണ്? രണ്ടും കട്ട് വെർട്ടെക്സ് ആവരുത്. നിങ്ങൾ നോക്കൂ, ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്തു. അപ്പൊ പിന്നെ ഒരൊറ്റ വെർട്ടെക്സ് അല്ലേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യില്ല? രണ്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫ് ഇല്ല. രണ്ട് കോമ്പണന്റ് എങ്കിലും മിനിമം വേണ്ട ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് എന്ന് പറയാൻ. അപ്പൊ എന്താണ്? ഈ ഒരു വെർട്ടെക്സ് എന്തല്ല? കട്ട് വെർട്ടെക്സ് അല്ല. അതുപോലെ ഈ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യുക. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് അല്ല. മിനിമം രണ്ട് കോമ്പണന്റ് എങ്കിലും വേണം. അപ്പൊ ഈ വെർട്ടെക്സും എന്തല്ല? കട്ട് വെർട്ടെക്സ് അല്ല. അപ്പൊ രണ്ട് വെർട്ടെക്സ് വരുന്ന കേസിൽ രണ്ട് വെർട്ടെക്സും എന്തല്ല? കട്ട് വെർട്ടെക്സ് അല്ല എന്ന് പറയാൻ പറ്റും. ഇനി മൂന്ന് വെർട്ടെക്സ് ഉണ്ടെന്ന് നോക്കുക. മൂന്ന് വെർട്ടെക്സ് ഉള്ള ഗ്രാഫ്. അപ്പൊ ഇതിൽ കട്ട് വെർട്ടെക്സ് ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഇതാണ് കട്ട് വെർട്ടെക്സ് അല്ലെ? സോറി, ഇത് കട്ട് വെർട്ടെക്സ് ആണല്ലോ. അപ്പൊ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. ഇനി ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുമോ? ഇല്ല. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവില്ല. അപ്പൊ എന്താണ്? ഇതിൽ മിനിമം രണ്ട് കട്ട് വെർട്ടെക്സ് അല്ല, രണ്ട് വെർട്ടെക്സ് കട്ട് വെർട്ടെക്സ് അല്ലാത്തതുണ്ട്. അപ്പൊ അതാണ് ഈ തിയറം പറയുന്നത്. എ കണക്റ്റഡ് ഗ്രാഫ് ജി വിത്ത് അറ്റ്ലീസ്റ്റ് ടു വെർട്ടിസസ്, ഒരു മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും രണ്ടോ അതിൽ കൂടുതലോ വെർട്ടിസസുകൾ ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫ് അതെന്ത് കണ്ടെയ്ൻ ചെയ്യും? അതിൽ കട്ട് വെർട്ടെക്സ് അല്ലാത്ത രണ്ട് വെർട്ടിസസ് എങ്കിലും മിനിമം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് രണ്ട് കേസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന്, എൻ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആവുമ്പോഴുള്ള കേസ്. അതായത് എന്താണ്? നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ ദാറ്റ് ഗ്രാഫ് ജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. കാരണം മിനിമം മൂന്നെണ്ണെങ്കിലും ഉണ്ട് എന്നുള്ള കേസ്. അതാണ് ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എന്തെടുക്കുക? ലെറ്റ് യു ആൻഡ് വി ബി വെർട്ടിസസ് ഓഫ് ജി സച്ച് ദാറ്റ് ഡി ഓഫ് യു വി ഈസ് മാക്സിമം. അപ്പൊ മിനിമം മൂന്ന് വെർട്ടെക്സ് എങ്കിലും ഉള്ള ഒരു ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നത്. അതിലെ രണ്ട് വെർട്ടിസസുകളാണ് കൺസിഡർ ചെയ്യുന്നത്, യു ആൻഡ് വി. ഇതൊരു യു എന്ന് എടുക്കാം, ഇത് വി എന്നുള്ള രണ്ട് വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. എന്താ ഇത് കൺസിഡർ ചെയ്യാനുള്ള മാനദണ്ഡം? ഡി ഓഫ് യു വി ഈസ് മാക്സിമം. എങ്ങനത്തെ രണ്ട് വെർട്ടെക്സ് കൺസിഡർ ചെയ്യണം? രണ്ട് വെർട്ടെക്സിന്റെ ഡിസ്റ്റൻസുകൾ മാക്സിമം വരുന്ന രീതിയിൽ അല്ലെ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാത്ത്, ആ ഒരു വെർട്ടെക്സിന് അടുത്ത കണക്റ്റഡ് ഗ്രാഫ് ആണല്ലോ. അപ്പൊ ആ ഒരു യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് വി എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് എത്താനുള്ള പാത്തിന്റെ ലെങ്ത് മാക്സിമം ഉള്ള രീതിയിൽ രണ്ട് വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ എന്താ പറയുന്നത്? ക്ലെയിം എന്താണ്? നൈദർ യു നോർ വി ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി. അപ്പൊ ഇങ്ങനത്തെ ഒരു കണക്റ്റഡ് ഗ്രാഫിൽ നമ്മൾ എന്താ പറയുന്നത്? യുവും വി എന്തല്ല? കട്ട് വെർട്ടെക്സ് അല്ല എന്നുള്ളതാണ് നമ്മുടെ ക്ലെയിം. ഇനി ഇത് എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ഇനി അതിന്റെ പ്രൂഫിലേക്ക് നോക്കാം. ഇഫ് യു വേർ എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി, എന്താണ് അസംഷൻ എടുക്കുന്നത്? ഫസ്റ്റ് യു എന്ന് പറയുന്നത് ഒരു കട്ട് വെർട്ടെക്സ് ആണെന്ന് കൺസിഡർ ചെയ്യാം. യു എന്ന് പറയുന്നത് ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ ജി മൈനസ് യു വുഡ് ബി ഡിസ്കണക്റ്റഡ്. കാരണം കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ എന്താണ്? ആ കട്ട് വെർട്ടെക്സ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവണം. സോ ജി മൈനസ് യു ഹാവ് അറ്റ്ലീസ്റ്റ് ടു കോമ്പണൻസ്. ഈ ഒരു കട്ട് വെർട്ടെക്സ് ആയതുകൊണ്ട് തന്നെ ജി മൈനസ് യുവിന് മിനിമം രണ്ട് കോമ്പണന്റ് എങ്കിലും വേണം. അപ്പൊ എന്താണ്? ദ വെർട്ടെക്സ് വി ബിലോങ്സ് ടു വൺ ഓഫ് ദീസ് കോമ്പണൻസ് അല്ലെ? അപ്പൊ യു കൊണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം അതൊരു കട്ട് വെർട്ടെക്സ് ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പൊ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം രണ്ട് കോമ്പണന്റ് എങ്കിലും ഉണ്ടാവും. അപ്പൊ ആ രണ്ട് കോമ്പണന്റിൽ ഏതോ ഒരു കോമ്പണന്റിലാണ് എന്തുണ്ടാവുക? വി എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന വെർട്ടെക്സ് ഉള്ളത്. ഇനി ലെറ്റ് ഡബ്ല്യു ബി എനി വെർട്ടെക്സ് ബിലോങ്ങിങ് ടു എ കോമ്പണന്റ് ഓഫ് ജി മൈനസ് യു നോട്ട് കണ്ടെയ്നിങ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ ഇവിടെ നമ്മൾ യു എന്ന് പറയുന്ന ഇത് റിമൂവ് ചെയ്തു. ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു യു അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോമ്പണന്റ് ഉണ്ടാവും? 1 2 3 അല്ലെ? മൂന്ന് കോമ്പണന്റ്സ് ഉണ്ടാവും ഗ്രാഫിൽ. ഇതൊരു കോമ്പണന്റ് ആണ്, ഈ ഒരു ഡോട്ടഡ് ലൈൻസ് കൊണ്ട് നിന്ന്. ഇത് വേറൊരു കോമ്പണന്റ് ആയിട്ട് വരും. ഇത് ഒറ്റ എലമെന്റ് ആയിട്ടുള്ള ഒരു സാധനം വരും. അങ്ങനെ മൂന്ന് കോമ്പണന്റ് ഉണ്ടാവും.
അതിൽ ഏതോ ഒരു കോമ്പണന്റിൽ വി ഉണ്ട്. അതല്ലാത്ത കോമ്പണന്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യുക. അതാണ് ഈ പറഞ്ഞത്. Let W be any vertex belonging to a component of G minus U not containing V. Every VW path in G must contain U. അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? വിയിൽ നിന്ന് ഡബ്ല്യുവിലേക്ക് ഒരു പാത്ത് വരികയാണെങ്കിൽ അത് എന്തായാലും യു കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ജി എന്ന് പറയുന്ന ഗ്രാഫില് വിയിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ള ഏത് പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും യു എന്ന് പറയുന്ന വെർട്ടെക്സ് അതിൽ കണ്ടെയ്ൻ ചെയ്യും. കാരണം എന്താ? യു എന്ന് പറയുന്ന ഒരു കട്ട് വെർട്ടെക്സ് ആണ്. ആ കട്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ഡിഫറെന്റ് കോമ്പണന്റിൽ നിന്നാണ് വിയും ഡബ്ല്യുവും സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വിയിൽ നിന്ന് ഡബ്ല്യുക്ക് നമ്മൾ ഏത് പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിൽ എന്തുണ്ടാവും? യു എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഡി ഓഫ് വി ഡബ്ല്യു ഗ്രേറ്റർ ദാൻ അല്ലെ ഡി ഓഫ് യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഈ യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് യുവും വിയും നമ്മൾ സെലക്ട് ചെയ്തത്? ഈ യുവും വിയും സെലക്ട് ചെയ്തതിന്റെ മാനദണ്ഡം എന്തായിരുന്നു? ആ ഒരു ഗ്രാഫിലുള്ള പാത്തിലെ ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ രണ്ട് വെർട്ടെക്സ് ആണ് എന്ത്? യുവും വിയും എന്ന് പറഞ്ഞാൽ പാത്തിലുള്ള എല്ലാ ഡിസ്റ്റൻസുകളും തമ്മിലുള്ള എല്ലാ വെർട്ടിസസുകളും തമ്മിലുള്ള പാത്തിന്റെ ഡിസ്റ്റൻസുകൾ നോക്കുക. ഏത് ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും എല്ലാം എന്താണ്? യു വിന്റെ ഡിസ്റ്റൻസ് ഏറ്റവും മാക്സിമം ഉണ്ടാവുക. ഇപ്പൊ യുവിൽ നിന്ന് ഡബ്ല്യുക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ വേറെ എലമെന്റ് നോക്കുക, V1, ഇവിടെ ഒരു W1 എന്നുള്ളത്. ഏത് രണ്ട് വെർട്ടെക്സും തമ്മിലുള്ള പാത്തിന്റെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ലെങ്തിനായിരിക്കും ഏറ്റവും നീളം കൂടുതൽ? യുവിൽ നിന്ന് വിയിലേക്കുള്ള ലെങ്തിനാണ് ഏറ്റവും നീളം കൂടുതൽ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്തിട്ടുള്ളത്? യുവും വിയും ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ യു ഒരു കട്ട് വെർട്ടെക്സ് ആയിരുന്നെങ്കിൽ ഇതങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വിയും ഡബ്ല്യുവും രണ്ട് ഡിഫറെന്റ് കോമ്പോണൻസിലുള്ള എലമെന്റ് ആവും. അപ്പൊ വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണ്ടി വരും? യുവിൽ കൂടെ പാസ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ഇനി നിങ്ങൾ നോക്കൂ, യുവിൽ കൂടെ പാസ് ചെയ്തിട്ട് അപ്പൊ വിയിൽ നിന്ന് യു വരെ ഒരു ലെങ്ത് ഉണ്ടാവും. ഈ ലെങ്ത് ആണ് പാത്ത്, ഈ ഒരു ലെങ്ത് ആണ് ഏറ്റവും വലിയ ലെങ്ത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് അല്ലെ? നമ്മുടെ അസംഷൻ എന്താ? ഈ ഒരു ലെങ്ത് ആണ് ഈ ഒരു കണക്റ്റഡ് ഗ്രാഫിലെ ഏറ്റവും വലിയ പാത്താണ് യു, പാത്തുള്ള രണ്ട് വെർട്ടിസസ് ആണ് യുവും വിയും എന്നുള്ളത് നമ്മുടെ അസംഷൻ. ഇനി യു എന്നുള്ളത് ഒരു കട്ട് വെർട്ടെക്സ് ആണ് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഒരു കട്ട് വെർട്ടെക്സ് ആയിരുന്നെങ്കിലോ ഈ യു എന്നുള്ള കട്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് കോമ്പണൻസ് കിട്ടും. അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻസിൽ വി ഉണ്ടാവും. അതല്ലാത്ത കോമ്പണൻസിൽ ഒരു ഡബ്ല്യു എടുക്കുക. അപ്പോ ഇനി ഈ ഒരു വിയും ഡബ്ല്യുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെന്താ വരിക? അതിലേക്ക് നമുക്ക് യു ഒരു കട്ട് വെർട്ടെക്സ് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ പാത്തേ പോസിബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഏതാണ് ആ പാത്ത് വരിക? അല്ലെ? ഈ ഒരു യുവിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരൊറ്റ യു, ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് യു വേണ്ടി വരും. അപ്പൊ ഏത് ലെങ്ത് ആയിട്ട് നിങ്ങൾ നോക്കൂ, ഈ യു വി എന്ന് പറയുന്ന ഈ ലെങ്തിനെക്കാട്ടിലും കൂടുതലല്ലേ ഈ വിയിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ള ലെങ്ത്? നമ്മുടെ അസംഷൻ എന്തായിരുന്നു? ഇതാണ്, ഈ ഒരു റെഡ് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തതാണ് ഏറ്റവും വലിയ ലെങ്ത് എന്നുള്ളതായിരുന്നു അസംഷൻ. പക്ഷെ ഇതൊരു കട്ട് വെർട്ടെക്സ് അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ ഏതെങ്കിലും ഒരു പാത്ത് ഉണ്ടാവും. പക്ഷെ ഇതൊരു കട്ട് വെർട്ടെക്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത സ്ഥിതിക്ക് വിയിൽ നിന്ന് യു വഴി മാത്രമേ നമുക്ക് ഡബ്ല്യുവിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്? ഈ ഒരു ലൈന് അത് തന്നെയാണ് വിയിൽ നിന്ന് യുവിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് രണ്ടുമാണ് എന്ത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് വിയിൽ നിന്ന് ഡബ്ല്യുക്കുള്ള ഡിസ്റ്റൻസ് കിട്ടുക. അപ്പൊ ഡി ഓഫ് വി ഡബ്ല്യു ഈക്വൽ ടു എന്ത് കിട്ടും? ഡി ഓഫ് വി യു അല്ലെ പ്ലസ് ഡി ഓഫ് എന്ത് കിട്ടും? യു ഡബ്ല്യു എന്ന് കിട്ടും. അപ്പൊ എന്താണ്? ഡി ഓഫ് യുവിനെക്കാട്ടിലും വലുതാണ് ഡി ഓഫ് വി ഡബ്ല്യു എന്ന് കിട്ടി. അപ്പൊ നമ്മൾ അസംഷൻ തെറ്റിപ്പോയില്ലേ? കാരണം നമുക്ക് എന്തായിരുന്നു, നമ്മൾ രണ്ട് യുവും വി എങ്ങനെയായിരുന്നു എടുത്തത്? യുവും വിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലാണ് എടുത്തത്. അതാണ് ഈ തിയറത്തിന്റെ പ്രൂഫ് പറയുന്നത്. ഇനി ഒന്നും കൂടെ തിയറം നോക്കൂ. ഇഫ് യു ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി, നമ്മൾ അസംഷൻ ആണ് യു കട്ട് വെർട്ടെക്സ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ കട്ട് വെർട്ടെക്സ് ആയിരുന്നെങ്കിൽ ജി മൈനസ് യു വുഡ് ബി ഡിസ്കണക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ജി മൈനസ് യു ഹാവ് അറ്റ്ലീസ്റ്റ് 2 കോമ്പോണൻസ്. മിനിമം എന്തുണ്ടാവും? 2 കോമ്പോണൻസ് എങ്കിലും ഉണ്ടാവും. Then the vertex V belongs to one of these components. ആ രണ്ടിൽ ഏതോ ഒരു കോമ്പോണന്റിലാണ് V ഉണ്ടാവുക.
അങ്ങനെയാണെങ്കിൽ വി ഇല്ലാത്ത മറ്റേ കോമ്പൺ ലെറ്റ് ഡബ്ല്യു ബി എനി വെർട്ടെക്സ് ബിലോങ്ങിങ് ടു എ കോമ്പണന്റ് ഓഫ് ജി മൈനസ് യു നോട്ട് കണ്ടെയ്നിങ് വി കണ്ടെയ്ൻ ചെയ്യാത്ത കോമ്പണന്റ് എന്ത് സെലക്ട് ചെയ്യുക? ഡബ്ല്യു എന്ന് പറയുന്ന വെർട്ടെക്സ് സെലക്ട് ചെയ്യുക. എവരി വി ഡബ്ല്യു പാത്ത് ഇൻ ജി മസ്റ്റ് കണ്ടെയ്ൻ യു. കാരണം എന്താണ്? യു എന്ന് പറയുന്ന ഒരു കട്ട് വെർട്ടെക്സ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഡി ഓഫ് വി ഡബ്ല്യു ഈസ് ഗ്രേറ്റർ ദാൻ ഡി ഓഫ് യു വി. അല്ലെ? വിയിൽ നിന്ന് ഡബ്ല്യുക്ക് എത്തണമെങ്കിൽ യു വഴി പോയേ പറ്റൂ. അതുകൊണ്ട് യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസിനെക്കാളും കൂടുതലാവും വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ള ഡിസ്റ്റൻസ്. എ കോൺട്രാഡിക്ഷൻ ടു ദ ചോയ്സ് ഓഫ് യു ആൻഡ് വി. അതുകൊണ്ട് എന്താണ്? ഹെൻസ് യു ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി. ഇതേ അസംഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി എന്ന് പറയാൻ പറ്റും. എങ്ങനെ? എന്ത് അസ്യൂം ചെയ്യാം? വി ഒരു കട്ട് വെർട്ടെക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. ജി മൈനസ് വി ഡിസ്കണക്റ്റഡ് ആവും. ജി മൈനസ് വി ഹാവ് അറ്റ്ലീസ്റ്റ് 2 കോമ്പണൻസ് ഉണ്ടാവും. അപ്പൊ വെർട്ടെക്സ് യു ബിലോങ്സ് ടു എന്താണ്? വി ആണ് കട്ട് വെർട്ടെക്സ് ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ യു എവിടെ ഉണ്ടാവും? വിക്ക് പകരം എന്തെടുക്കുക? യു എവിടെ ഉണ്ടാവും? യു ബിലോങ്സ് ടു വൺ ഓഫ് ദീസ് കോമ്പണൻസ് എടുക്കുക. ഡബ്ല്യു ബി ദ വെർട്ടെക്സ് ബിലോങ്ങിങ് ടു എ കോമ്പണന്റ് ഓഫ് ജി മൈനസ് വി, അല്ലെ? നോട്ട് കണ്ടെയ്നിങ് യു എന്ന് വരും. അതുകൊണ്ട് എന്താണ്? എവരി യു ഡബ്ല്യു പാത്ത് ഇൻ ജി മസ്റ്റ് കണ്ടെയ്ൻ വി എന്ന് വരും. അതുകൊണ്ട് എന്താണ്? ഡി ഓഫ് യു ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഡി ഓഫ് യു വി എന്ന് വരും. അതുകൊണ്ട് എന്താണ്? കോൺട്രാഡിക്ഷൻ ആവും. അതുകൊണ്ട് എന്താണ്? വി ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി എന്ന് കിട്ടും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഈ ഒരു സാധനം വി ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി എന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? എൻ ഓഫ് ജി ഈക്വൽ ടു 2. നേരത്തെ എന്താണ് ഇതെടുത്ത്? എൻ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ കേസാണ് പറഞ്ഞത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആവുമ്പോൾ. ഇനി എൻ ഓഫ് ജി 2 ആയി കഴിഞ്ഞാൽ എന്താ പറ്റുക? K2 ഈസ് എ സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് ജി ആൻഡ് സോ നോ വെർട്ടെക്സ് ഓഫ് ജി ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി. കാരണം എന്താണ്? ആകെ 2 എണ്ണേ ഉള്ളൂ, അല്ലെ? ഇതാണ് വെർട്ടെക്സ് വരിക. 2 വെർട്ടെക്സേ ഉള്ളൂ, യു വി. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കണക്റ്റഡ് ആവില്ല. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവില്ല. അതുകൊണ്ട് ഇത് രണ്ടും എന്താണ്? കട്ട് വെർട്ടെക്സ് അല്ല എന്ന് കിട്ടും. അപ്പൊ മിനിമം കട്ട് വെർട്ടെക്സ് അല്ലാത്ത 2 എണ്ണെങ്കിലും എൻ ഓഫ് ജി ഈക്വൽ ടു ആകുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് ഒന്നും കൂടെ തിയറം ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുക. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക.